ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ചാരി സോളോ ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു ഇൻഫോർമാറ്റീവ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്കറിയാം, യു കെയിലുള്ള എല്ലാവരുടെയും ഒരു എപ്പോഴത്തെ ഒരു പേടി സ്വപ്നമാണ് ഇവിടുത്തെ ടാക്സുകൾ എന്ന് പറയുന്നത്. ടാക്സുകളിൽ എപ്പോഴും എടുത്തു പറയേണ്ട ഒരു ടാക്സാണ് ഇവിടുത്തെ ഇൻകം ടാക്സ്. നമ്മുടെ പ്രതിമാസ ശമ്പളത്തിൽ നിന്ന് പലപ്പോഴും നല്ലൊരു എമൗണ്ട് തന്നെ ടാക്സായിട്ട് നമുക്ക് അടയ്ക്കേണ്ടി വരാറുണ്ട്. നമ്മുടെ ശമ്പളത്തിൽ നിന്ന് എത്ര തുകയാണ് ടാക്സായി നമ്മൾ അടച്ചിട്ടുള്ളത്, നമുക്ക് ടാക്സ് റിട്ടേൺ ലഭിക്കാനുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ ടാക്സ് കോഡ് ഏതാണ്, ഇതെല്ലാം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് HMRCയുടെ സൈറ്റിൽ നമ്മളൊരു യൂസർ ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. വേറെ നമ്മളൊന്നും ചെയ്യേണ്ട. HMRC എന്ന് പറയുന്നത് റവന്യൂ ആൻഡ് കസ്റ്റംസിൻ്റെ സൈറ്റിൽ നമ്മൾ യൂസർ ക്രിയേറ്റ് ചെയ്യണം. ആ യൂസർ ക്രിയേറ്റ് ചെയ്യേണ്ട പ്രോസസ്സ് എന്താണെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് നമ്മൾ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഗൂഗിളിൽ ആദ്യം HMRC എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തിട്ട് വരുന്ന HMRCയുടെ സൈറ്റിൽ നമ്മൾ കയറണം. HMRCയുടെ സൈറ്റ് വഴി അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ഏതെല്ലാമാണെന്ന് ഇവർ സൈറ്റിൽ ഹോം പേജിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വായിച്ചു നോക്കാം. അതിനുശേഷം സർവീസിന് താഴത്തായിട്ടുള്ള സെറ്റപ്പ് ആൻഡ് അക്കൗണ്ട് ഫോർ HMRC ഓൺലൈൻ സർവീസസ് എന്ന ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു പേജിലേക്കായിരിക്കും സൈറ്റ് പോകുന്നത്. ആ പേജിൽ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് തന്നിട്ടുണ്ടാവുക. ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ അക്കൗണ്ട് ഉണ്ടായിരിക്കും, പിന്നെ ഏജന്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കും. അങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇൻഡിവിജ്വൽ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസർ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ അക്കൗണ്ട്സ് ആണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഓപ്ഷൻസിന് താഴെ തന്നെ ഇൻഡിവിജ്വൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം ഉണ്ടായിരിക്കും. അത് ഇൻഡിവിജ്വൽ അക്കൗണ്ടുകളിലൂടെ നമുക്ക് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് സാധിക്കുക. ഒന്ന്, നമ്മുടെ പേഴ്സണൽ ടാക്സ് അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെൽഫ് അസസ്മെന്റിന് വേണ്ടി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഈ 2 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇൻഡിവിജ്വൽ അക്കൗണ്ടുകൾ വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൽ പേഴ്സണൽ ടാക്സ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിലൂടെ ഇൻകം ടാക്സ് നമുക്ക് എസ്റ്റിമേറ്റ് അറിയാനായിട്ട് സാധിക്കും. ടാക്സ് കോഡ് നമുക്ക് ചെക്ക് ചെയ്യാം അതുപോലെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് നമ്മുടെ ടാക്സ് റിട്ടേൺ ഏതെങ്കിലും ക്ലെയിം ചെയ്യാനായിട്ട് ഡ്യൂ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഇൻഡിവിജ്വൽ അക്കൗണ്ടിൽ നമുക്ക് പേഴ്സണൽ ടാക്സ് അക്കൗണ്ട് വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഇൻഡിവിജ്വൽ അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ 2 സർവീസസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പേഴ്സണൽ ടാക്സ് അക്കൗണ്ട് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ നമ്മൾ സെറ്റപ്പ് എ പേഴ്സണൽ ടാക്സ് അക്കൗണ്ട് എന്ന് പറയുന്ന ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു പേജിലേക്കായിരിക്കും നമ്മുടെ വെബ്സൈറ്റ് പോകുന്നത്. ആ പുതിയ പേജിൽ നമ്മുടെ ഈ അക്കൗണ്ട് വഴി എന്തെല്ലാം സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർ പറയുന്നുണ്ട്. അത് നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാം. അതിനുശേഷം താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം രേഖകളാണ് നമ്മൾ ഇൻഡിവിജ്വൽ പേഴ്സണൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടത് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. ആ രേഖകൾ നമ്മൾ കരുതി വെക്കണം നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട്. നമുക്ക് വേണ്ട രേഖകളിൽ പ്രധാനമായിട്ടും നാഷണൽ ഇൻഷുറൻസ് നമ്പർ ഉണ്ടായിരിക്കണം. നമ്മുടെ നാഷണൽ ഇൻഷുറൻസ് നമ്പർ അറിയണമെങ്കിൽ നമ്മുടെ BRP കാർഡിൻ്റെ പിറകുവശത്തായിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ UK പോസ്റ്റ് കോഡ്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ UK പോസ്റ്റ് കോഡ് ഉണ്ടായിരിക്കണം. ഒപ്പം താഴെ പറയുന്ന ഏതെങ്കിലും 2 ഡോക്യുമെൻറ്റുകൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഒന്ന്, വാലിഡ് UK പാസ്പോർട്ടാണ്. വാലിഡ് UK പാസ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മുടെ UK ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണം. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിലും പ്രൊവിൻഷ്യൽ ആണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതും ഇല്ലെങ്കിൽ നമുക്ക് BRP ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ പേ സ്ലിപ്പ് 3 മാസത്തെ അവസാനത്തെ 3 മാസത്തെ പേ സ്ലിപ്പ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ P60 ഫോം, നമ്മുടെ എംപ്ലോയറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന 1 വർഷത്തിൻ്റെ P60 ഫോം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് ക്ലെയിം ചെയ്തിട്ടുള്ളതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടായിരിക്കണം. സെൽഫ് അസസ്മെൻറ്റിൻ്റെ രേഖകൾ ഉണ്ടായിരിക്കണം. ഈ പറയുന്ന വിവരങ്ങളിൽ ഏതെങ്കിലും 2 ഡോക്യുമെൻറ്റുകൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ യൂസർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പോകാൻ പാടുള്ളൂ. കാരണം പാതിക്ക് വെച്ച് നമ്മൾ പിന്നെ അല്ലെങ്കിൽ നിർത്തേണ്ടി വരും ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിൽ. ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് നൗ എന്ന് പറയുന്ന ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു പേജിലേക്കായിരിക്കും നമ്മുടെ വെബ്സൈറ്റ് പോകുന്നത്. സ്റ്റാർട്ട് നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു പേജിലേക്കായിരിക്കും പോകുന്നത്. സൈൻ ഇൻ യൂസിങ് ഗവൺമെൻറ് ഗേറ്റ്വേ എന്ന് പറയുന്ന ഒരു പുതിയ പേജിലേക്ക് പോകും. അതിൽ ന്യൂ യൂസേഴ്സ് ഓഫ് ഗവൺമെൻറ് ഗേറ്റ്വേ എന്ന് പറയുന്നൊരു ടൈറ്റിൽ കാണും. അതിൽ ക്രിയേറ്റ് സൈൻ ഇൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള പേജിലേക്കായിരിക്കും പോകുന്നത്. അതിൽ നമ്മുടെ ഇമെയിൽ ID നമ്മൾ സബ്മിറ്റ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കണം. ഇമെയിൽ ID ടൈപ്പ് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഇമെയിൽ ID യിലേക്ക് 6 അക്കത്തിൽ ഒരു കോഡ്
നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ലഭിക്കും. ആ കോഡ് വെച്ചിട്ട് വേണം നമ്മുടെ അക്കൗണ്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ ഇമെയിൽ ഐ ഡി നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ആ കോഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുന്ന കോഡ് കറക്റ്റ് ആണെങ്കിൽ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇമെയിൽ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയിരിക്കും. സക്സസ്ഫുൾ ആയ ആ ഒരു മെസ്സേജ് കണ്ടതിന് ശേഷം തുടർന്ന് നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പിന്നെ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യം നമ്മുടെ പേരായിരിക്കും ചോദിക്കുക. നമ്മുടെ ഫുൾ നെയിം അവിടെ എൻട്രി ചെയ്യുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു 12 അക്കത്തിലുള്ള ഒരു പുതിയൊരു നമ്മുടെ ഗേറ്റ് വേ കോഡ് നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് വരും. ഒപ്പം തന്നെ നമ്മുടെ സ്ക്രീനിലും ഡിസ്പ്ലേ വരും. അത് ആ കോഡ് വെച്ചിട്ടാണ് തുടർന്നുള്ള നമ്മുടെ യൂസർ ആക്ടിവേറ്റ് ചെയ്യാനും ലോഗിൻ ചെയ്യാനും എല്ലാം ചെയ്യേണ്ടത്. നമ്മുടെ അക്കൗണ്ട് ടൈപ്പ് ഇൻഡിവിജ്വൽ എന്നുള്ളത് ചൂസ് ചെയ്യുക. തുടർന്ന് നമ്മുടെ അഡീഷണൽ സെക്യൂരിറ്റി നമ്മൾ സെറ്റപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള പേജിലേക്ക് വരും. അത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മുടെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഏത് തരത്തിലാണ് നമുക്ക് OTP നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ ഓരോ വട്ടം യൂസർ ലോഗിൻ ചെയ്യുമ്പോഴും നമ്മുടെ സെക്യൂരിറ്റി എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് അവർ ചോദിക്കും. അപ്പോൾ ഞാനിവിടെ ടെക്സ്റ്റ് മെസ്സേജ് ആണ് ചൂസ് ചെയ്തത്. ടെക്സ്റ്റ് മെസ്സേജ് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കും. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ചോദിക്കും നമുക്കൊരു UK നമ്പർ ഉണ്ടോ, മൊബൈൽ നമ്പർ ഉണ്ടോ എന്നുള്ളത് ചോദിക്കും. ഓക്കെ, ഞാൻ UK ഉണ്ട്. അപ്പോൾ യെസ് മാർക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ സബ്മിറ്റ് ചെയ്യാനായിട്ട് അവർ പറയും. നമ്മുടെ UK നമ്പർ നമ്മളിവിടെ ആഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് നമ്മൾ അടുത്ത ഒരു പേജിലേക്ക് പോകണം. നമ്മളത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP നമ്പർ വരും. ആ OTP നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അഡീഷണൽ സെക്യൂരിറ്റി നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ഓരോ വട്ടം നമ്മൾ യൂസർ ലോഗിൻ ചെയ്യുമ്പോഴും നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ യൂസർ നമുക്കിനി ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിനുശേഷം ഞാൻ ഇപ്പോൾ എൻ്റെ പുതിയ യൂസർ ID പാസ്വേഡ് വെച്ച് ഞാൻ ലോഗിൻ ചെയ്തു. നമ്മുടെ തുടർന്ന് ഉള്ള പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇവർ പറയുന്ന ഈ 4 വിവരങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണൽ ഇൻഷുറൻസ് നമ്പർ, അതുപോലെ തന്നെ പോസ്റ്റ് കോഡ്. അത് മനസ്സിലാക്കുക. നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു. അതിൽ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം തെറ്റാതെ അത് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ പുതിയൊരു പേജിലേക്കായിരിക്കും പോകുന്നത്. ആ പേജിൽ നമ്മുടെ അടുത്ത് ചോദിക്കും നമുക്കൊരു നാഷണൽ ഇൻഷുറൻസ് നമ്പർ ഉണ്ടോ എന്നുള്ളത് ചോദിക്കും. നമുക്ക് നാഷണൽ ഇൻഷുറൻസ് നമ്പർ ഉണ്ടായിരിക്കും എന്തായാലും. അത് യെസ് മാർക്ക് ചെയ്യുക. യെസ് മാർക്ക് ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ നാഷണൽ ഇൻഷുറൻസ് നമ്പർ സബ്മിറ്റ് ചെയ്യാൻ പറയും. നമുക്ക് നാഷണൽ ഇൻഷുറൻസ് നമ്പർ നമ്മുടെ BRPയുടെ പിറകു വശത്തോ അല്ലെങ്കിൽ നമ്മുടെ പേ സ്ലിപ്പിൽ നിന്നോ നമ്മുടെ നാഷണൽ ഇൻഷുറൻസ് നമ്പർ നമുക്ക് ലഭിക്കും. തുടർന്ന് നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫാണ് നമ്മൾ കാണിക്കേണ്ടത്. അതിന് ഇവിടെ പറയുന്ന ഡോക്യുമെന്റുകളിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് നമുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ BRPയോ അല്ലെങ്കിൽ UK പാസ്പോർട്ടോ അങ്ങനെ ഏതെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസോ പ്രൊവിൻഷ്യലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ ഈ സൈറ്റിൽ നമുക്ക് യൂസർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 2 തരത്തിലാണ് നമുക്ക് യൂസർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഒന്ന്, ഇവർ പറയുന്ന ഡോക്യുമെന്റ് നമുക്ക് മാനുവലി നമ്മുടെ ഈ സൈറ്റിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഏതെങ്കിലും മൊബൈൽ ഡിവൈസസ് വഴി നമ്മുടെ ഡോക്യുമെന്റ്, നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫ് നമ്മൾ സ്കാൻ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഡിവൈസ്, നമ്മുടെ മൊബൈൽ ഫോണിൽ NFC എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ID കാർഡ്, നമ്മുടെ ഐഡന്റിറ്റി കാർഡുകൾ, പ്രൂഫുകൾ, BRPയോ അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ടോ സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഡിവൈസസിൽ ഈ പറയുന്ന ഓപ്ഷൻ NFC എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് ആദ്യം പരിശോധിക്കണം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെ ഡീറ്റെയിൽസ് ഡയറക്റ്റ് എൻട്രി ചെയ്തുകൊണ്ട് എങ്ങനെ യൂസർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള മെത്തേഡാണ്. ആ മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന 4 വിവരങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഡോക്യുമെന്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. UK പാസ്പോർട്ട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ UK ഫോട്ടോ കാർഡോട് കൂടിയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസോ പ്രൊവിൻഷ്യലോ ഉണ്ടായിരിക്കണം, P60 ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ക്രെഡിറ്റ് റെഫറൻസ് ഉണ്ടായിരിക്കണം. ഈ 4 വിവരങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു ഓപ്ഷനായിട്ട് നമ്മൾ നോക്കാൻ പറ്റുന്നത് നമ്മുടെ ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡോക്യുമെന്റ് സ്കാൻ ചെയ്ത് യൂസർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനാണ്. അതിനെ സ്കാൻ യുവർ ഫേസ് ടു മാച്ച് യുവർ ഡോക്യുമെന്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ അവർ ചോദിക്കും നിങ്ങളൊരു ഫോണിലാണോ അല്ലെങ്കിൽ ടാബ്ലറ്റിലാണോ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത്, സൈറ്റ് യൂസ് ചെയ്യുന്നത് ചോദിക്കും. അത് ഏതാണോ ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലൊരു സ്മാർട്ട് ഫോൺ, വർക്കിംഗ് കണ്ടീഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കും. അത് യെസ് കൊടുക്കുക. യെസ് കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക.
കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവർ നമ്മുടെ അടുത്ത് കുറച്ച് പെർമിഷൻസ് ആണ് പിന്നെ ചോദിക്കുന്നത്. നമ്മുടെ ഫോൺ ആക്സസ് ചെയ്യാനുള്ള കുറച്ച് പെർമിഷൻസ് ചോദിക്കും. അതിന് മുൻപായിട്ട് നമ്മുടെ വാലിഡ് പാസ്പോർട്ട്, നമുക്കൊരു വാലിഡ് പാസ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിക്കും. യെസ് കൊടുക്കുക. യെസ്, വാലിഡ് പാസ്പോർട്ട് ഉണ്ട്. നമ്മുടെ പാസ്പോർട്ടിൽ ഈ പറയുന്ന ഒരു എംബ്ലം ഉണ്ടെങ്കിൽ അത് യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇന്ത്യൻ പാസ്പോർട്ടിന് നമുക്ക് ചിപ്പില്ല. ഈ എംബ്ലം എന്ന് പറയുന്നത് ചിപ്പ്ഡ് പാസ്പോർട്ടുകൾക്കാണ് ആ എംബ്ലം ഉണ്ടായിരിക്കുക. നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് ചിപ്പ് ഇല്ലാത്തതാണ്. അപ്പം നോ കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ചിപ്പുള്ള നമ്മുടെ ID പ്രൂഫ് ഏതാണോ എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് കുറേ ഓപ്ഷൻസ് തരും. ഇതിൽ നമുക്ക് BRP നമുക്ക് ഓപ്റ്റ് ചെയ്യാം. BRP ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. അങ്ങനെ കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരു പേജിലേക്കാണ് പോകുന്നത്. ഇനി തുടർന്നുള്ള സ്റ്റെപ്പുകളെല്ലാം നമ്മുടെ ഫോൺ വഴിയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ 3 കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ BRP, നമ്മുടെ ഡോക്യുമെൻ്റ് ഏതാണോ, ഫോട്ടോ ID ഏതാണോ അതിൻ്റെ ഫോട്ടോ എടുക്കണം. അതുപോലെ തന്നെ BRP സ്കാൻ ചെയ്യണം. പിന്നെ നമ്മുടെ സെൽഫി ക്യാമറ ഉപയോഗിച്ച് നമ്മുടെ ഒരു ഫോട്ടോ എടുക്കണം. അപ്പോൾ തുടർന്ന് നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് തുടർന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. നമുക്ക് സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിലുണ്ടോ? യെസ് കൊടുക്കുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ നമ്മുടെ പെർമിഷൻസ് കുറച്ച് ചോദിക്കും. നമ്മുടെ ഫ്ലാഷ് ഉപയോഗിക്കണം. നിങ്ങൾ റെഡിയാണോ? അപ്പോൾ യെസ് കൊടുക്കുക. അത് കണ്ടിന്യൂ യെസ് കൊടുത്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പെർമിഷൻസ് 2-3 പെർമിഷൻസ് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു QR കോഡാണ് നമുക്ക് കാണിക്കുക. ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് HMRCയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം സെക്കൻഡ് QR കോഡ്, 2 QR കോഡാണ് നമുക്ക് ഇവിടെ തരുന്നത്. ആദ്യത്തെ QR കോഡ് എന്നുള്ളത് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനാണ്. സെക്കൻഡ് QR കോഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ചെയ്ത് നിർത്തിയിട്ടുള്ള ആ ഒരു പ്രോസസ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആപ്പുമായിട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ ആ സെക്കൻഡ് QR കോഡ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു. ആപ്പിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യേണ്ടതില്ല. QR കോഡ് റീഡർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സെക്കൻഡ് QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആപ്പ് അത് ഡിറ്റക്ട് ചെയ്ത് ആപ്പ് ആയിരിക്കും പിന്നെ ഓപ്പൺ ആവുന്നത്. തുടർന്ന് ആപ്പ് ഓപ്പൺ ആകുന്ന സമയത്ത് ആദ്യം നമ്മുടെ BRP കാർഡ് നമ്മൾ ഫോട്ടോ എടുക്കണം. അത് അവർ കാണിക്കും, എങ്ങനെയാണ് നമ്മൾ ഫോട്ടോ എടുക്കണം എന്നുള്ളത് കാണിക്കും. എനിക്ക് ഫോണിൽ ചെയ്ത പ്രോസസ്സ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടത് ഓരോ പൊസിഷനും അവർ കാണിക്കും. അത് കറക്റ്റ് ക്ലിയർ ആയിട്ട് തന്നെ ഫോട്ടോ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ BRPയുടെ പിറകുവശത്ത് ഒരു ബാർകോഡ് ഉണ്ടായിരിക്കും. ആ ബാർകോഡ് നമ്മൾ സ്കാൻ ചെയ്യണം. അത് സ്കാൻ ചെയ്യുമ്പോൾ അത് സ്കാൻ ചെയ്തതിന് ശേഷം മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് BRPയിൽ ചിപ്പുണ്ട്. ആ ചിപ്പ് റീഡ് ചെയ്യാണ് വേണ്ടത്. അത് റീഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോണിൽ NFC എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ടായിരിക്കണം, ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കണം. പൊതുവെ ഇന്ത്യയിൽ നിന്നുള്ള ഫോണുകളാണെങ്കിൽ NFC ഓപ്ഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. UK നിന്ന് വാങ്ങിയിട്ടുള്ള ഫോണുകളാണെങ്കിൽ NFC ഓപ്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എങ്കിലും നമ്മളത് പരിശോധിക്കണം. അല്ലെങ്കിൽ ഒട്ടുമിക്ക ഐഫോണുകളിൽ NFC ഓപ്ഷൻ ഉണ്ട്. ഞാൻ UK നിന്ന് വാങ്ങിയ ഒരു സാംസങ് ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് എൻ്റെ ഈ പ്രോസസ്സ് എല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ NFC റീഡർ ആ ഫോണിലുണ്ടായിരുന്നു. പൊതുവേ എല്ലാ ഫോണുകൾക്കും, പ്രത്യേകിച്ച് സാംസങ് ഫോണുകളാണെങ്കിൽ ക്യാമറയോട് ചേർന്നായിരിക്കും ഈ റീഡർ ഉണ്ടായിരിക്കുന്നത്, ചിപ്പ് റീഡർ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ പൊസിഷനോട് ചേർന്ന് നമ്മുടെ BRP കറക്റ്റ് പിടിച്ചെങ്കിൽ മാത്രമേ ഇത് റീഡ് ചെയ്യത്തുള്ളൂ. ആ റീഡിങ് സമയം കുറച്ചെടുക്കും, അത് പ്രോസസ്സിങ് ടൈം കുറച്ചെടുക്കും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം വരെ നമ്മളത് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ BRP ഫോണിനോട് ചേർത്ത് പിടിച്ചിട്ടും റീഡ് ആകുന്നില്ല എന്ന് കരുതി നമ്മളത് കളയരുത്. നമ്മൾ തുടർന്നും പിടിക്കണം, എങ്കിൽ മാത്രമേ അത് റീഡിങ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. തുടർന്ന് നമ്മുടെ സെൽഫിയും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി തന്നെ നമ്മുടെ സിസ്റ്റത്തിലും പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ളതായിട്ട് കാണിക്കും. ഐഡൻറ്റിറ്റി ചെക്ക് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരും. തുടർന്ന് കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഉള്ള പേജിൽ പറയുന്നത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂസർ ID വഴിയേ നമ്മുടെ ഇനി പേഴ്സണൽ ടാക്സ് അക്കൗണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടാക്സ് ലെറ്റേഴ്സ് എങ്ങനെ നമുക്ക് ലഭിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കും. ഓൺലൈനാണോ പോസ്റ്റലാണോ എന്നുള്ളത് കാണിക്കും. ഞാൻ ഓൺലൈനാണ് ചൂസ് ചെയ്തത്. അവിടെ നമ്മുടെ ഇമെയിൽ ID കൊടുക്കണം. ഇമെയിൽ ID കൊടുത്ത് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂസർ ID ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ യൂസർ വഴി നമുക്ക് എന്തെല്ലാം സർവീസ് ലഭിക്കും എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഫീഡ്ബാക്ക് ചോദിക്കുന്നുണ്ട്. നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നിർബന്ധമില്ല, നമുക്ക് ലീവ് ചെയ്യാം.
അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.